ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ആണ്. നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോയി തുടങ്ങാൻ പോവാണ്. നമ്മൾ +2 ആയി ഗൈസ്. അപ്പോൾ നമ്മൾ സ്കൂൾ തുടങ്ങാൻ പോകണം. അതുകൊണ്ട് നമ്മൾ സ്റ്റഡി ടേബിളൊക്കെ അത്ഭുതമായിട്ട് അതിൻ്റെ അവസ്ഥ ഉണ്ട് കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ് അവസ്ഥ. സ്റ്റഡി ടേബിളിൻ്റെ ആയാലും റൂമിൻ്റെ ആയാലും അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ചെയ്യാമെന്ന്. മേക്ക് ഓവർ മീൻസ് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മളതൊക്കെ ഒതുക്കുന്നു, പുതിയ ബുക്കുകളൊക്കെ കയറ്റി വയ്ക്കുന്നു, അതൊക്കെ തന്നെ. സ്റ്റഡി ടേബിൾ ഞാൻ സ്കൂൾ പൂട്ടിയപ്പം ഈ സൈഡിൽ കൊണ്ടിട്ട്, ഇനി ഞാൻ അവിടെയായിരുന്നു, മിററിൻ്റെ താഴെയായിരുന്നു. അത് ഞാൻ സ്കൂൾ പൂട്ടിയ സമയത്ത് ഒരു മേക്ക് ഓവർ നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടിട്ടു. അപ്പോഴത്തേക്ക് സ്കൂൾ തുറക്കാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിക്കുക അവിടെ തന്നെ കൊണ്ടിടാന്ന് വിചാരിക്കുകയാണ്. ഞാൻ പഠിക്കണമെന്നൊക്കെ കട്ടിലും ഇരുന്നിട്ടാണ്. ഞാൻ ടേബിളിൽ എപ്പോഴേലൊക്കെ തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കട്ടിലും വന്നിരിക്കും. പക്ഷേ നമ്മൾ ഇപ്പം ഒതുക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് വരും നമുക്ക് കുറച്ച് നാളത്തേക്ക്. അപ്പോൾ റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനൊക്കെ തോന്നും. അപ്പോൾ പിന്നെ സ്കൂളിൽ പോകാൻ നല്ല മടിയുണ്ട്, നല്ല മടിയുണ്ട് എനിക്ക്. ഇനി മഴയത്ത് പോകുമ്പോൾ മടി കൂടും. എന്താ ബാബു, നമുക്ക് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ മടിയൊക്കെ മാറിക്കോളും. ഇപ്പം നല്ല മടി, എനിക്ക് പോകാൻ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമാകണം. പിന്നെ എന്താ, ഫ്രണ്ട്സിനെ കണ്ടിട്ട് കുറേ നാളായി, അപ്പോൾ അവർ കാണാമല്ലോ. പിന്നെ നമ്മുടെ +1ൻ്റെ റിസൾട്ട് വരുന്നത് 10-ാം തീയതിയാണ്. ജൂൺ 10-ാം തീയതിയാണ്. എനിക്കറിയില്ല, ഡബിൾ പാസ് ഉണ്ടായാൽ മതിയാണ്. പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ അതിലും. പക്ഷേ ഡബിൾ പാസ്സാണ് എനിക്കൊരു കൺഫ്യൂഷൻ. ചിലതിൽ ഫിസിക്സൊക്കെ ഒരു മാതിരിയായിരുന്നു, മാത്സും. അപ്പം അറിയില്ല, അതിലൊക്കെ ഡബിൾ പാസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ റെക്കോർഡ് എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തീർന്നിട്ടില്ല, ഇനി ഉണ്ട് കുറേ എഴുതാണ്ട്. സുവോളജി ഒക്കെ റെക്കോർഡ്, കെമിസ്ട്രി റെക്കോർഡ്, ബയോളജി സുവോളജി റെക്കോർഡൊക്കെയാണിത്. ഇവിടെയൊക്കെ ആവശ്യമില്ല സാധനങ്ങളാണ് മൊത്തം. പിടിച്ചത് ഉപയോഗിക്കാറേ ഇല്ലേ ഫാനൊന്നും, കാരണം കുത്താൻ സ്ഥലമില്ല. അതുകൊണ്ടാണ്. ഇതിനകത്തൊരു കള്ളിയുണ്ട്, ഇതിനകത്ത് കുറേ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ആവശ്യമില്ലാത്തല്ല, ആവശ്യമുള്ളത്. ഓ മൈ ഗോഡ്, മൈ കാൽക്കുലേറ്റർ. ഇതൊരു എക്സിബിഷൻ പോയപ്പോൾ വാങ്ങിയതാ. വേണ്ട, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ എടുക്കാന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ വാച്ച് ഇഷ്ടപ്പെട്ട്, കാരണം നല്ല രസം, നല്ല എസ്തറ്റിക് ആയിട്ടുണ്ട്. മാളജേച്ചിക്ക് ഭയങ്കര സിമ്പിളാണ്. അപ്പൊ എനിക്കിത് ഇഷ്ടമായി ഈ വാച്ച്. മാളജേച്ചിക്ക് പിങ്ക്, പർപ്പിള്, ഇത് രണ്ടെണ്ണം ഇഷ്ടമായി. കാരണം കേട്ടോ നോക്കി ഇത് പറ്റി ഷോക്ക് അടിക്കണ ബാനിയാ. ഞാൻ പറ്റിയാ നോക്കിയതാണ്, ഉള്ള എടുത്ത് കൊടുത്തിട്ട് വർക്കാവിടെ നോക്കിയേ. ഇപ്പോഴും ഉണ്ടോ നോക്ക്, നോക്കടി ഷോക്കടി. എനിക്ക് പേടിയാട്ടത്. വെള്ളിച്ചൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ വാങ്ങി തന്ന വാച്ചാട്ടോ, നല്ല വാച്ചാണ്. എനിക്ക് അങ്ങനെ സ്കൂളിൽ പോകാൻ മടിയില്ല. എന്റെ കൂട്ടുകാരനെ കണ്ടാ മതി. കുഞ്ഞാറ്റ പറയാ, ഞാൻ സ്കൂളിൽ തുറക്കം ഇങ്ങനെ ഇരിക്കാം, മുട്ടി നിക്കാന്ന്. സ്കൂളിൽ തുറക്കം മുട്ടിട്ടാണോ? യെസ്, എനിക്ക് എന്റെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ഇരിക്കണം കുറച്ചു നേരത്തേക്ക്. ഇങ്ങനെ എപ്പോ നോക്കിയാലും ഞാൻ സംസാരിച്ചിരിക്കുള്ളൂ. ചില സമയത്ത് അവരുടെ കൂടെ കളിക്കാൻ പൈസകൾ. ചേച്ചിയുടെ കണ്ണിനുള്ളിൽ മാളേജിക്ക് ആവശ്യമുള്ള സാധനം ഒന്നുമില്ല. ഈ വേസ്റ്റ് കൂട്ടുകാരനെ കൊടുത്ത സാധനം വരെ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിരുന്നു. മാളേജിക്ക് ലൈനുണ്ടോ? എനിക്ക് സംശയമുണ്ട് മാളേജിക്ക് ലൈൻ. എനിക്ക് ലൈൻ ഇല്ല. എന്റെ മൂക്കുത്തി നോക്കൂ, ഞാൻ മൂക്കുത്തട്ടെ, എങ്ങനെ ഉണ്ടാവും? എനിക്ക് ലൈനൊന്നുമില്ല. ആരാ പറഞ്ഞിട്ടുണ്ടെന്ന്? അശ്ശി ഗൈസ്, നമ്മളെല്ലാം തേച്ചിട്ട് പോയി. ഗൈസ്, വാച്ചിന്റെ ചാർജർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ആന്റിയുടെ ഫ്രണ്ട് അയച്ചു കൊടുത്തതാണ്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഞാൻ കൊറേ നാളിട്ട് നടന്നിട്ടുണ്ട്. 1 മില്യൺ നല്ല മിഞ്ഞുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 1 മില്യന്റെ ഇത് കിട്ടിയതാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 മില്യൺ. പിന്നെ ഓണത്തിന് എടുത്തത് നല്ല ഡ്രസ്സിട്ടൊക്കെ നോക്ക്. എന്റെ പപ്പിട്ട് മാളിച്ചിട്ട് ക്ലാസ്സിൽ വെച്ച് എടുത്ത് അവന്റെ 4 മാസത്തിന്റെ ഈ ബുക്ക് ഞങ്ങൾക്ക് തന്നത് ആന്റിയുടെ ഫ്രണ്ട് ആട്ടോ. നല്ല ഭംഗിയുള്ള ഫോട്ടോസാണ്. താങ്ക് യു ചെയ്തോട്ടെ. ഐ ലവ് യു കുഞ്ഞേറ്റ്. ഇത് മാളജി 10-ാം ക്ലാസ്സിലത്തെ. ഇതില് ഞങ്ങൾ 3 പേര്, ചന്ദ്രകുട്ടി, ആദിലക്ഷ്മി, ഞാൻ, ആദിമിത്ര, അന്നമ്മ, ദേവനന്ദ. മിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു രസമായിരുന്നു.
എനിക്ക് 90% ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹം പുറത്താണ് ഞാൻ സയൻസ് എടുത്തത്. എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ +1 റിസൾട്ട് വരുമ്പോൾ അറിയാം. പക്ഷേ ഒരു സത്യം പറയുകയാണെങ്കിൽ ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ഒക്കെ ഞാൻ അന്തസ്സായിട്ട് ഒന്ന് രണ്ട് വിഷയം ഞാൻ പൊട്ടിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം അധികം പഠിക്കാനുണ്ട് ഇങ്ങനെ മീൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ബേസ് കിട്ടാൻ കുറച്ചൊക്കെ പാടുണ്ടായിരുന്നു. പിന്നെ ഫിസിക്സ് പിന്നെ പറയണ്ട, ഫിസിക്സൊക്കെ എനിക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാറില്ല. പിന്നെ ഞാൻ പഠിക്കുന്ന സ്കൂൾ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളാണ്, അത്യാവശ്യം നന്നായി പഠിപ്പിക്കുന്ന സ്കൂളാണ്. മീൻസ് ഉഴപ്പാൻ വിടില്ല. എന്നും ക്ലാസ്സിൽ ടീച്ചർമാർ വരും, ഇങ്ങനെ ഫ്രീ പീരീഡ് ഒന്നും തരില്ല. ഇവർ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ എടുത്ത് നന്നായി പഠിപ്പിക്കും. തോറ്റ കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം ഞാനൊക്കെ സ്പെഷ്യൽ ക്ലാസ്സിന് പോയിട്ടുണ്ട് കേട്ടോ, സത്യമായിട്ടും. ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒക്കെ സയൻസ് എടുക്കാം, കുഴപ്പമില്ല. പിന്നെ ട്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ട്യൂഷനൊന്നും പോകണ്ടില്ല കേട്ടോ. ഞാൻ ട്യൂഷന് പോയി കഴിഞ്ഞാൽ ആകെ ഒരു മാതിരിയാവും. ഞാൻ അല്ലെങ്കിൽ പിന്നെ വല്ല ഓൺലൈൻ ട്യൂഷൻ എടുക്കേണ്ടി വരും. ഞാൻ ട്യൂഷന് പോയി കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ വിട്ട് വന്ന് അങ്ങനെ നേരെ ട്യൂഷൻ പോയി കഴിഞ്ഞാൽ ഞാൻ രാത്രിയൊന്നും കയറി വരുള്ളൂ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. 10ാം ക്ലാസ്സൊക്കെ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒക്കെ സയൻസ് എടുക്കാം. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എനിക്ക് ഫുൾ A+ ആണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായാൽ മതി എന്ന് എനിക്കുള്ളൂ. എത്ര ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്കൂൾ നന്നായി പഠിപ്പിക്കണം സ്കൂളിൽ. ഞാൻ വേറെ വല്ല സ്കൂളിലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ കുറച്ചൊന്നും ഉഴപ്പ് ഞാൻ, പക്ഷെ ഇത് അത്യാവശ്യം നന്നായി പിടിക്കും. പക്ഷേ ഈ സ്കൂളിൽ എന്ന് പറയുമ്പം നമ്മളങ്ങനെ പ്രഷർ ഒന്നും പഠിപ്പിക്കില്ല, സമാധാനം ഇരുത്തി അങ്ങനെ പഠിപ്പിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളാണ്, അത് ജയിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ എനിക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഞാൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട് സ്കൂളിൽ കയറിയപ്പം. എനിക്ക് വേറെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കരച്ചിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം സെറ്റായി തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നി സ്ട്രിക്റ്റ് ഒന്നുമില്ല, കുറച്ച് ഇതൊക്കെ ഉണ്ടെന്നുള്ളൂ. പക്ഷെ അങ്ങനെ പഠിപ്പിക്കാൻ വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല, ഒരു സമാധാനമായിട്ട് എനിക്ക് പഠിപ്പിക്കുള്ളൂ. ഇപ്പം മാർക്ക് പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ചീത്തൊന്നും പറയില്ല, മോട്ടിവേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഒരു ടീച്ചറിൽ നിന്ന് എനിക്ക് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ മറക്കില്ല ഗൈസ്. അത് വെറുതെ രാശിലാണെന്ന് ചീത്ത പറഞ്ഞാണ്, അത് ഞാൻ മറക്കില്ല. അത് +1 ആയിട്ടുള്ള പഠിത്തം ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് ഉഴപ്പായിരുന്നു. അത് +1 ആയില്ല, ഞാൻ ഉഴപ്പായിരുന്നു. ഉഴപ്പാണ്ടുള്ള കളിയില്ല നമുക്ക്. ഫുൾ A+ വേണ്ടി ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയേനെ ഫുൾ A+. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഗ്രേസ് മാർക്കൊന്നും ഇല്ല, ഗ്രേസ് മാർക്കൊന്നും ഇല്ലാത്ത ആളാണ്. ഇത് ഇപ്പോൾ പോലും ഞാൻ പോയി മറ്റേ SBCക്ക് ചേർന്നില്ല, എനിക്ക് ഗ്രേസ് മാർക്കില്ല. അപ്പോൾ അതിന് ഗ്രേസ് മാർക്കും പോയി. എൻ്റെ യൂണിഫോമൊക്കെ പൊടി തട്ടിയെടുക്കണം. ഞാൻ യൂണിഫോമിലേക്ക് കിടക്കാൻ പോവുകയാണ്. പിന്നെ ഗൈസ് പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഫേസ് കാണണം. എൻ്റെ കണ്ണ് മാത്രമേ കാണുള്ളൂ ഇരുന്ന് കഴിഞ്ഞാൽ. എന്താണ് നല്ല കണ്ണാടി, ഇത് വീട്ടിലത്തെ കണ്ണാടി കേട്ടാ. ഇവിടെ എന്തോ അതാണ് ഇവിടെ സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഇനി അധികം സാധനങ്ങളൊന്നും ഇല്ല, ഞാൻ അധികം ഒന്നും വെക്കില്ല കേട്ടോ. ഇതിന് ഇനി നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് മാത്രം മതി. കുറെ സാധനങ്ങൾ അടുത്ത പോയിന്റ് ആവശ്യമുള്ളത് അത് ഓൾറെഡി പുതിയത് വാങ്ങിയതാണ്. മാർജിറ്റില് ഇത് പഴയതുണ്ട്, അപ്പോൾ ഇവിടെ ഒട്ടിക്കാനാണ് ഇനി അടുത്തത്. നമുക്ക് ഹോൾഡറുകൾ ഒട്ടിക്കാം. എല്ലാ സാധനങ്ങളും എടുത്തിടാം. ബാക്കി നമ്മൾ എടുത്തു വെക്കുന്നതായിരിക്കും. സ്റ്റിക്കിനോട്ടാണ് കേട്ടോ. സ്റ്റിക്കിനോട്ട് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടുള്ളൂ. ഇതന്നെ ഈ 2 ബാൻ തന്നെ 2 ദിവസം ഞാൻ കാണില്ല. ഞാൻ ഒരെണ്ണം കൊണ്ടു അത് എവിടെയും കൊണ്ട് കളയില്ല. അപ്പൊ ഇനി ആവശ്യമുള്ളത് ഇട്ടിട്ട് ബാക്കിയൊക്കെ എടുത്തു വെക്കാം. അപ്പൊ ഇത്രയൊക്കെ മതി, ഇത്ര സാധനം മതി, തീർക്കും. അതുകൊണ്ടാ ക്രഷ് വാങ്ങിച്ചു കിടത്തതാണ് കൂടെ. പാവം മാളേജി വിഷമിച്ചിരിക്ക, പാവം മാളേജി ഇങ്ങനെ വിഷമിച്ചിരിക്കണ ആളാണ്. ഈ മേശം വെക്കാനുള്ളത് റെക്കോർഡാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് ഇനിയും കുറേ ഇതാണ്. അപ്പം പിന്നെ ഈ സ്കൂൾ തുറന്നാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് തന്നെ ആയിരിക്കും റെക്കോർഡ് എടുത്തിട്ട്. റെക്കോർഡ് തൽക്കാലം ഈ സൈഡിലൂടെ കൊണ്ടുവയ്ക്കാം. സ്കൂൾ തുറന്നിട്ട് ഇനി ആവശ്യമുള്ള ബുക്കുകൾ വെച്ചാൽ മതി. സ്കൂൾ തുറന്നിട്ട് ടെക്സ്റ്റ് ഒന്നും ആവശ്യം വരില്ല. ടെക്സ്റ്റ് ആകെ ആവശ്യം വരുന്നത് മറ്റേ ബയോളജി ടെക്സ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് നമ്മൾ ടെക്സ്റ്റിൽ നിന്നാണ് പഠിക്കുക. പക്ഷെ ബാക്കിയുള്ള വിഷയമൊക്കെ മൊത്തം നോട്ടാണ് നമ്മൾ പഠിച്ചെടുക്കുക. +1 തന്നെ ടെക്സ്റ്റ് വാങ്ങിച്ച് കെമിസ്ട്രി ഫിസിക്സ് ഒന്നും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല, ആകെ നോട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് ഒതുക്കി വെച്ചു. ഇനിയിപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നോട്ടുകളും കൂടെ ഇവിടേക്ക് എടുത്ത് വെക്കാം. നോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല കാൽക്കുലേറ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഉത്കാളതാണ്. ഇവിടെ നമുക്ക് കട്ടിലും നിറച്ച സാധനം. ശ്രീ എന്നെ വരച്ചതാണ് ഗൈസ്. ഞാനവളെ വരച്ചത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനകത്ത് ഞങ്ങൾ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 30/4/2026. ഞാൻ തൽക്കാലം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗിക്കില്ല. കണ്ട ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും.
പിന്നെ വാച്ചിനകത്ത് പിന്നെ ചോക്ലേറ്റ് ഇതിനകത്ത് ഇത് ശ്രീ തന്നെ ഒരു പൂവാണ് വെച്ച് ഇത് ആദിലക്ഷ്മിയുടെ കല്ലാവിരുതാണ് കേട്ടോ. ഹോണസ്റ്റ്ലി ദ സ്പെഷ്യൽ ജെം ഇൻ മൈ ലൈഫ്. എന്നിട്ട് ആർ യു അവെയർ ദാറ്റ് യു ആർ സ്വീറ്റ് ആസ് ഡയറി മിൽക്ക്. എന്നിട്ട് ഐ വിൽ ഗീവ് യു 5 സ്റ്റാർ. എൻ്റെ ക്ലാസ് ടീച്ചറാണ് കർത്താവേ, സരിത ടീച്ചർ. അത് ക്ലാസ് ടീച്ചർ. അത് എനിക്കൊരു സിസ്റ്റർ തന്നതാണ്, ഫ്രാൻസിലായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ കസിൻസിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ കൊണ്ടൊക്കെ തന്നു. ഇത് നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ അടിച്ച് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതും ഇതിനകത്ത് ഇരുന്നു ഞാൻ പൂരിയാക്കിയും ഹായ് പറഞ്ഞേ ഗൈസ്. എല്ലാം മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ സാധനം ഞാൻ വെക്കണുള്ളൂ. ഇനി വെച്ച് കഴിഞ്ഞാൽ കൂടുതലാവും. കുട്ടി ടേബിൾ ഇവിടെ ഇതിനകത്ത് ഞാൻ വെക്കുന്നത് തൽക്കാലം ഞാൻ 2 ദിവസം കഴിഞ്ഞ് എടുത്തിട്ട് പോകും. അല്ല 2 ദിവസമല്ല, 1 ദിവസം കൂടെ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഇവിടെ ഒതുങ്ങി റൂമും കൂടെ ഒന്ന് ഒതുക്കാണ്ട് കുറച്ച് അവിടെ കട്ടിലും കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. അങ്ങനെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ കഴിഞ്ഞപ്പം നമ്മുടെ റൂം മൊത്തം അലങ്കോലമായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനും അമ്മയും വിചാരിച്ചു റൂമും കൂടെ ഒന്ന് ഒതുക്കാന്ന്. അങ്ങനെ അധികം പണികളൊന്നും ഇല്ല. അവിടെ കിടക്കുമ്പോൾ ഞാൻ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടേബിളിൽ വന്ന്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. അപ്പുറത്തെ ബെഡ്ഷീറ്റ് പിന്നെ പുതിയത് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ കട്ടിലിൽ അങ്ങനെ ആരും കിടക്കാറില്ല, അതുകൊണ്ട് അത് മുഷിയാറില്ല. അങ്ങനെ ഞാനും മമ്മിയും കൂടെ തുടച്ച് അടിച്ചു വാരി വൃത്തിയാക്കി റൂം. പിന്നെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. റൂമൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പം മനസ്സിനൊരു സമാധാനം കിട്ടി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് എത്ര ദിവസം കാണുമെന്ന് അറിയില്ല. പിന്നെ തിങ്കളാഴ്ച തൊട്ട് എല്ലാവരും സ്കൂളിൽ പോയി തുടങ്ങും. പുതിയ പുതിയ ക്ലാസ്സുകൾ, പിന്നെ പുതിയ പുതിയ ഫ്രണ്ട്സ് ആവുന്നവരുണ്ട്. മീൻസ് പുതിയ അത് തിങ്കളാഴ്ച അല്ല, +1കാർക്ക് പകുതിക്കാണ് ക്ലാസ് തുടങ്ങുള്ളൂ. ജൂൺ പകുതിക്കേ തുടങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സ്കൂൾ തുടങ്ങും. +1 10ാം ക്ലാസ് +1കാരും പകുതി വരെ ഇരിക്കും ഗൈസ്. അവർക്ക് ഇനിയും മുടക്കാണ്. അവർ സുഖിച്ചിരിക്കട്ടെ, അത് കഴിഞ്ഞ് അവരുടെ സുഖമൊക്കെ മാറിക്കോളും. അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ച തൊട്ട് ക്ലാസ് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും പഠിക്കാൻ നന്നായിട്ട് മടിയൊന്നും ഇല്ലാണ്ട് എല്ലാവരും ക്ലാസ്സിലൊക്കെ പോകും എൻ്റെ പോലെ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങും. സ്കൂൾ ലൈഫാണ് ഗൈസ് ഇനി. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ഗൈസ്. +2 കഴിഞ്ഞാൽ കഴിഞ്ഞു. സ്കൂൾ ലൈഫിൻ്റെ ഒരു ലെവൽ കഴിഞ്ഞ് ഒക്കെ നമ്മൾ വലുതാവും ഗൈസ്. നമ്മൾ ഭയങ്കര മെച്ചോർഡായ പോലെയൊക്കെ തോന്നും. ഓ മൈ ഗോഡ് നമ്മൾ കരിയർ സെറ്റ് ചെയ്യാൻ പോകണം നമ്മളിനി. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക, സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞു ഗൈസ്. +1 +2 കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.